എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ എല്ലാ ദിവസവും മുടക്കം വരുത്താണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ രാവിലെ എണീറ്റ് കുളിച്ച് വൃത്തിയായി വന്ന് വിളക്ക് കൊളുത്തുക എന്നുള്ളത്. പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് എവിടെയാണോ കൊളുത്തി വെക്കാറ് അവിടെ പോയിട്ട് വളരെ ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അതിൻ്റെ കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. വളരെ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ചിലപ്പോൾ ചിലരൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇനി ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. വളരെ നല്ല മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. നമുക്ക് വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് വലിയ മുട്ടൊന്നും ഇല്ലാണ്ട് നമ്മുടെ ജീവിതം അങ്ങനെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണല്ലോ. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ദൈവം, ഓരോരുത്തർക്കും ഇഷ്ടദൈവം ഓരോരുത്തരാകും. അപ്പോൾ നമ്മൾ വിളക്ക് അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ചിലർ കൊളുത്തുന്നുണ്ടാവും. ചിലരൊരു നിലവിളക്ക് മാത്രമായിരിക്കും കൊളുത്തുന്നത്. അത് ഓരോരുത്തരുടെ സ്ഥിതി അനുസരിച്ച് എങ്ങനെയാണോ അവർക്ക് പറ്റുന്നത് അതുപോലെ ആയിരിക്കും അവരൊക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ വിളക്ക് കൊളുത്തി കഴിഞ്ഞതിൻ്റെ ശേഷം ആദ്യം ഗണപതി ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഗണപതയെ നമഃ എന്ന് പറഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ ഒരു 12 തവണ ഏത്തമിടുക. ഗണപതി ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ കുലദൈവത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ പരദൈവം എന്നൊക്കെ പറയാറില്ലേ, നമ്മുടെ കുലദൈവ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കുലദൈവത്തെയാണ്. മനസ്സിൽ നല്ലോണം വിചാരിച്ച്, ചിലപ്പോൾ നമ്മുടെ അടുത്തൊന്നും ആവില്ല എങ്കിൽ പോലും നമ്മൾ നല്ലോണം മനസ്സിൽ വിചാരിച്ച് കുലദൈവത്തിന് വേണ്ടിയിട്ട് കുലദൈവത്തെ പ്രാർത്ഥിക്കുക. ചിലരൊക്കെ കുലദൈവത്തിന് വേണ്ടിയിട്ടൊരു വിളക്ക് കൊളുത്തി വെക്കാറുമുണ്ട്. അങ്ങനെ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ കുലദൈവം ആരാണോ ആ ദൈവത്തെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മുടെ ദേശാധിപനായിട്ടുള്ള ദൈവം ആരാണോ അദ്ദേഹത്തെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൂജാമുറിയിൽ എന്തായാലും ഉണ്ടാവാതിരിക്കില്ല. മഹാദേവൻ ഉണ്ടാവും, മഹാവിഷ്ണു ഉണ്ടാവും, ലക്ഷ്മി ദേവി ഉണ്ടാവും. ഇവരൊക്കെ നമ്മുടെ പൂജാമുറിയിലുണ്ടാവും. ശിവ കുടുംബം ആയിട്ടുണ്ടാവും. സുബ്രഹ്മണ്യ സ്വാമി വേറെ, അയ്യപ്പസ്വാമി ഉണ്ടാവും. ഇവരൊക്കെ ഉണ്ടാവും. ഇവരെ ഓരോരുത്തരെയും, ആഞ്ജനേയ സ്വാമി, എല്ലാവരെയും പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി നോക്കൂ. വളരെ നല്ല മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അത്യധികം വിശേഷമാണ് ഇങ്ങനെ ചെയ്താൽ. നമ്മൾക്ക് ഉത്തരോത്തരം അഭിവൃദ്ധി, ശ്രേയസ്, ഐശ്വര്യം ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ മേലെ ഉണ്ടാവും. ചില ആളുകളൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അഥവാ ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് മാറ്റി ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നമ്മളെ കുടുംബത്തിനുണ്ടാവും. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഭക്തിയോടുകൂടി ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഫലം ഉണ്ടാവുന്നത്. വെറുതെ പോയിട്ട് 2 ദിവസം ചെയ്തിട്ടോ ഒരു ആഴ്ച ചെയ്തിട്ടോ അതിൻ്റെ ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ഫലം ഉണ്ടാവുക. നിരന്തരമായ നാമജപത്തിൽ കൂടി നമുക്ക് ഭഗവാനിലേക്ക് അങ്ങേയറ്റം അടുക്കാൻ സാധിക്കും. അതിനാണ് നമ്മൾ ദിവസേന നാമം ജപിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ദിവസവും നമ്മൾ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ദിവസവും സമയം കിട്ടുമ്പോഴൊക്കെ നാമം ജപിക്കുക. നാരായണനാമോ നമഃശിവായൊക്കെ ജപിക്കാൻ പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്നാണ് പറയാറ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഭഗവാനിലേക്ക് നമുക്ക് കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കാൻ സാധിക്കൂ. നമ്മുടെ അത്രയും നമ്മൾ ഭക്തിയോട് കൂടിയിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഭഗവാന്റെ ഓരോ തവണ ഭഗവാനെ വിളിക്കുമ്പോഴും നമ്മൾ ഭക്തിയോട് കൂടി വിളിക്കുക. മനസ്സിൽ ഭഗവാനെ കണ്ടുകൊണ്ട് വിളിക്കുക. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ആവണം. വിളക്ക് കൊളുത്തുമ്പോഴാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും ഭഗവാനെ കണ്ടുകൊണ്ട് ചെയ്യുക. എല്ലാം ഭഗവാനായിട്ട് സമർപ്പിക്കുക. നമുക്ക് വരുന്ന എന്ത് കാര്യമാവട്ടെ ഭഗവാനായിട്ട് സമർപ്പിക്കുക. അപ്പോൾ പിന്നെ നമ്മുടെ മനസ്സിൽ യാതൊരു വിധത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയും തന്നെ ഇല്ല. തീർച്ചയായിട്ടും ഓരോ ആളുകളും വിഷമങ്ങൾ അനുഭവിക്കാത്തവരില്ല. ഈ ജീവിതം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും ഒക്കെ കൂടി കലർന്നതാണല്ലോ. അപ്പോൾ വിഷമങ്ങളും ആണെങ്കിലും ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും നമുക്ക് മുമ്പിൽ വന്ന് ചേരുന്ന ഓരോ കാര്യവും അതിനെ അതേപോലെ സ്വീകരിക്കാൻ പഠിക്കുക. ദുഃഖമാണെങ്കിൽ ദുഃഖത്തെ അതുപോലെ സ്വീകരിക്കുക. സന്തോഷമാണെങ്കിൽ സന്തോഷത്തെ സന്തോഷമായിട്ട് സ്വീകരിക്കുക. അങ്ങനെ ചെയ്തു നോക്കൂ. നമുക്ക് ആരോടും കലഹിക്കാൻ തോന്നില്ല. നമുക്ക് വിഷമങ്ങളൊന്നും പറയാനേ തോന്നില്ല. എല്ലാം നമ്മളതിനെ അതുപോലെ അങ്ങോട്ട് സ്വീകരിക്കുക. വന്നത് വന്നു അതുപോലെ അങ്ങോട്ട് വിടുക. കാരണം ഒന്നും സ്ഥായിയല്ല. ഈ ജീവിതത്തിൽ ഒന്നും തന്നെ സ്ഥായിയായിട്ട് നമ്മളെ കൂടെ നിലനിൽക്കുന്ന കാര്യമല്ല. ഇന്നൊരു ദുഃഖം ഉണ്ടെങ്കിൽ നാളെ നല്ലൊരു ദിവസം നമ്മുടെ മുമ്പിലുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാണ്ട് നമുക്കൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല.
എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് നടക്കട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.